ഹലോ ഗായ്സ്, എൻ്റെ പേര് കാർത്തിക്. നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 19ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഗായ്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നെതർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡുണ്ടാക്കിയ വില്ലേജ് അവിടെ നിന്ന് കളഞ്ഞു. വില്ലേജേഴ്സിനൊക്കെ ഞാൻ കൊന്നു. ആരാണ് ഞാൻ മര്യാദയ്ക്ക് പണിയെടുക്കുന്നില്ല. ഞാൻ ഓവർവേർഡിൽ തന്നെ വില്ലേജിൻ്റെ അടുത്ത് എവിടെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സോംബീനെ കൊന്നിട്ട് സുഖമായില്ല. സോംബീനെ ചെയ്യാൻ സിമ്പിളാവും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നെതർ ഹബ്ബ് സെറ്റ് ചെയ്യാൻ പോണു ഗൈസ്. അങ്ങനെ എപ്പിസോഡ് എത്തി. നെതർ ഹബ്ബ് സെറ്റ് ചെയ്യും ഗൈസ്. ബാക്കിലാണ് ഗൈസ്. ഇവിടെ ഡീപ് സ്ലൈറ്റ് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതാണ് നമ്മുടെ ഇതിൻ്റെ എൻട്രൻസ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അവിടെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ സെറ്റാക്കണം. ഞാൻ അവിടെ തീയില്ല ഗൈസ്. അവിടെ അതൊക്കെ മാറ്റി വേറെ മറ്റേ തീയാക്കും ഗൈസ്. എന്നിട്ട് ഇതിൻ്റെ പേര് ഓർമ്മയില്ല. അപ്പോൾ നമുക്ക് സമയങ്ങളാതെ വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ പേര് കാർത്തിക്. വീഡിയോ കാണുന്ന എല്ലാ മച്ചന്മാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇവിടെ ഞാൻ ഈ പോർട്ടൽ ഉണ്ടാക്കിൻ്റെ തൊട്ട് ബാക്കിലാണ് ഇവിടെ നെതറിൻ്റെ ഓപ്പൺ ഏരിയ ആണ് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ മറ്റേത് തന്നത്. ഇവിടെ വരുമ്പോൾ മാത്രം എന്തെല്ലാം ഇത് നമ്മളെ എൻട്രൻസ് ഗൈസ്. ഇതാണ് നമ്മുടെ എൻട്രൻസ് വരിക. ഇത് കുറച്ചുകൂടെ വലുതാക്കി ഈ രണ്ടു കൂടെ ഇവിടെ അടക്കാൻ വീഡിയോ വയ്ക്കും. ഒരു പോർട്ടൽ ഒരു പോർട്ടൽ പോലെ ആയി. പക്ഷെ പോർട്ടൽ നല്ല ഡെക്കറേറ്റ് ചെയ്ത് ഇവിടെ ഈ തന്നെ വയ്ക്കും ഗൈസ്. എന്നിട്ട് ഈ ഭാഗമൊക്കെ വുഡ് വയ്ക്കുമ്പോൾ ഇവിടെ ഞാൻ വുഡ് വയ്ക്കില്ല ഗൈസ്. തീ ചിലപ്പോൾ വുഡ് വയ്ക്കാത്ത അങ്ങ് കത്തി പിടിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് 3 രീതിയിൽ തീ വയ്ക്കും. ഈ തീ മാറ്റി ഞാൻ അവിടെ എവിടെയെങ്കിലും കൊണ്ടുവച്ചോണ്ട് തീ വേണ്ട ശരിക്കും വേണേ അതല്ല, അല്ലെങ്കിൽ ഞാൻ കൊടുക്കാതെ ഇവിടെ. അപ്പോൾ ഞാൻ എന്താ ഹബ്ബ് സെറ്റ് ചെയ്യണമെന്ന് നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഉണ്ടെന്നുണ്ടായിരുന്നു, പക്ഷേ കുറേ റിസോഴ്സൊക്കെ കളക്ട് ചെയ്തിട്ട് കാണാം അവിടെ. അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ കാണിക്കണില്ല. നെതർ ഹബ്ബ് സെറ്റാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഗായ്സ്. അങ്ങനെ ഫൈനലി ഇവിടെ നെതർ ഹബ്ബ് അങ്ങനെ കംപ്ലീറ്റ് ആയി ഗൈസ്. ഇങ്ങനെയുണ്ട് ഗൈസ്. ബ്രീഡറിലുള്ള പോർട്ടൽ, നമ്മുടെ അയൺ ഫാമിലിക്ക് പോകാനുള്ള പോർട്ടൽ, ഇവിടേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വരുന്നത് അയൺ ഫാമിലിക്ക് പോകാനുള്ള പോർട്ടൽ. നെതർ ഹബ്ബ് കിട്ടില്ലായിരുന്നു ഗൈസ്. നേരത്തെ 2 ബ്ലോക്ക് ആയപ്പോഴായിരുന്നു 3 ബ്ലോക്ക് ക്ലബാക്കി. പിന്നെ ഞാൻ ഈ വുഡ് ഒപ്പിയാണ് കുറച്ച് പാടുപെട്ട്. ഈ വുഡ് ഇവിടെ അങ്ങനെ വെച്ചിട്ടില്ല. ഈ വുഡ് ഒപ്പിക്കാണ് കുറച്ച് പാടുപെട്ട്. പിന്നെ ഞാൻ എൻട്രൻസ് ശരിയാക്കി ഗൈസ്. സെറ്റാക്കി എൻട്രൻസ് വുഡൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് ഇതാണ് എൻട്രൻസ് ഗൈസ്. എൻട്രൻസ് ആണിത്. പിന്നെ നമ്മുടെ പോർട്ടലിലോട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇവിടെ വഴി തെറ്റിയിട്ടുണ്ട്. എന്താ പറഞ്ഞില്ല, ഇവിടെ അടുത്തേക്ക് ഇതിൽ സൈഡിൽ കുറച്ച് കല്ലെടുത്തതുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ നെതറാക്കുണ്ട്. പിന്നെ അടിയിൽ ഇത് വെച്ചിട്ടുണ്ട്. ഇതിനെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഇത് ചെയ്ത് ഇവിടെ ഈ മരമൊക്കെ ഞാൻ കുറച്ച് ദൂരത്ത് ചെയ്യാൻ പോയി. പിന്നെ നമുക്കാണ് ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ 4 പോർട്ടൽ കാണാം. 1 ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ, ഇത് 4 നമ്മുടെ ബേസിനായിട്ട് കണക്റ്റ് ആണ്. അതെങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് അടിയിലേക്ക് വരിക. അടിയിലേക്ക് ഞാൻ വരിക. എന്നിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ലാഡറാണ് നേരെ മേലേക്ക് പോവുക. അപ്പോൾ ഗൈസ് ഇതാണ് ആ 4 പോർട്ടൽ. ഇത്ര വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് 2 ലാഡർ എന്താ പറഞ്ഞത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുറത്തേക്ക് പോകാനുള്ള വഴി കാണാം ഗൈസ്. ഇതാണ് നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ഇതിൽ കൂടെ പോവാം. അകത്തേക്ക് കയറാൻ ഇത് പിടിച്ച് താഴ്ത്തുക, പിന്നെ വയ്ക്കുക. ഞാൻ ഇവിടെ നിന്ന് മൂടിയില്ല ഗൈസ്. ഇവിടെ മൂടാൻ മറന്നുപോയി. അടുത്ത സ്ഥലം സെറ്റാക്കാം. ഈ എല്ലാ പോർട്ടും നമ്മൾ ബേസ് ആയിട്ട് കണ്ടിട്ടാണ്. പിന്നെ നമുക്കിത് ഈ ലാഡർ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നേരെ കയറുന്ന എന്താ ഗൈസ്. കുറച്ച് നല്ല ക്ലിയർ ആയിട്ട് കാണാം. എന്ത് സംഭവിക്കുന്നൊക്കെ കാണാം. മോബ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുമ്പോൾ ഒരു മോബ്സ് ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാൽ മതി. നോക്കി കഴിഞ്ഞാൽ മോബ്സ് ഇറക്കിയിട്ട് നമുക്ക് കളിക്കുക. കട വെറുതെ വെച്ചാണ്. എങ്ങനെയുണ്ട് ഗൈസ് നെതർ ഹബ്ബ്? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സൂപ്പർ എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. എവിടെ ലാൻഡ് വെച്ചിട്ടുണ്ട് ഇതേ വശത്താണ് പോർട്ടൽ.
ഞാൻ പറഞ്ഞ 4 പോർട്ടലാണ്. ബേസ് ആയിട്ട് ലിങ്കാണ്. കയറി വന്നു കഴിഞ്ഞാൽ ഇതാണ് വഴി. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഇത്? അങ്ങനെ സൂപ്പറായില്ല ഗൈസ്. ഇതൊക്കെ വെറുതെ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ഇതാണ് കുറച്ചുകൂടി വേറിട്ട്. ഇവിടെ തന്നെ തറാക്കൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. അത് ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഇവിടെ കുറച്ചുകൂടി പണിയുണ്ട്. ഇത് കിട്ടിയില്ല ഈ വുഡ്, ഈ സ്റ്റോണും ബ്ലാക്ക് സ്റ്റോണും ഇതൊക്കെ വെക്കാനായിട്ട്. ഇത് മൈൻഡ് ചെയ്യണം നീ. അപ്പം നെതർ ഹബ്ബ് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഞാൻ റിയൽ ലൈഫിൽ നിൽക്കാത്തതുകൊണ്ട് ഇവിടെ ഒന്നുമില്ല. ലേസനൊക്കെ ഞാൻ തല്ലി കൊന്നു. ട്രേഡിങ് ഹാർഡ് ഞാൻ ഒരിക്കലും സെറ്റാക്കും. നെതർ ഹബ്ബ് ഇത്രയൊന്നുമില്ല ഗൈസ്. ഇനി ഒരുപാട് സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഇനി എന്തായാലും ഇത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇതെനിക്ക് കുറച്ചും ഇഷ്ടമായത് ഈ കളറ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച ആ കളർ പോർട്ടലിൻ്റെ കുറച്ച് ഭാഗമാണല്ലോ. പിന്നെ തറവാക്കൊന്നും ഞാൻ മാറ്റിയില്ല, ഇവിടെ നിന്ന് മാറ്റിയില്ല. ഈ വുഡ് ഒപ്പിക്കാൻ കുറച്ച് പാടാണ്. നമുക്ക് ഒപ്പിച്ചിറങ്ങണം. ചിലപ്പോൾ എൻ്റെ 25 ലെവലുള്ള അത് മൊത്തം പോകും. ഈ ബോയൊന്ന് ഫുള്ളാക്കണം, മാക്സ് ആക്കണം. അതല്ലേ സ്കെൽറ്റനെയും കൊന്നിട്ട് അതിൽ ബോ കമ്പൈൻ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ടാസ്ക്കായി നമ്മുടെ നെതർ ഹബ്ബ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ലെറ്റ്സ് പ്ലേയുടെ എപ്പിസോഡ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ ബൈ ബൈ.